ഞങ്ങൾ ഇന്നൊരു റിവീൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് നമുക്ക് ഇവരത്തെ രണ്ടിടത്തും ചോദിക്കാം. രണ്ടിന്റെ നാടൻ കാണുമ്പോഴേ അറിയാം. പറഞ്ഞേ. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഉണ്ണിക്കും വർഷയ്ക്കും ഇടയില് വഴക്കിനും അടി കൂടാനായിട്ട് വീണ്ടും ഒരു അതിഥി കൂടി വരും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. വരാൻ പോകുന്നത് ഇവർക്കൊരു അനിയത്തിയാണോ അനിയനാണോ എന്ന് അറിയത്തില്ല. എനിക്ക് പക്ഷെ അനിയനാവണമെന്നാണ് താല്പര്യം. അയ്യോ എനിക്കിനി ഒരു അളിയൻ വേണ്ട, അനിയത്തി മതി. എനിക്കും അനിയത്തി മതി. നമുക്ക് നോക്കാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. അനിയനാണേലും അനിയത്തിയാണേലും ഉണ്ണിമക്ക് കളിക്കാനും ഒരാളാണ് കൂട്ടിന്. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഇതില് കുറെ പേർക്ക് നെഗറ്റീവ് പറയാൻ പറ്റും, കുറെ പേർക്ക് നല്ലത് പറയാൻ പറ്റും. അപ്പം നെഗറ്റീവ് പറയുന്നതോടൊന്നും പറയില്ല, നല്ലത് പറയുന്നതോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. അപ്പോൾ അതവരെ ഈ വീഡിയോക്ക് ഉണ്ടല്ലോ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബേഡ് കമന്റ്. 40-50 വയസ്സായി, നാണല്ലേ ഇങ്ങനെ, പിന്നെ ഈ സമയത്ത് ഗർഭിണിയാവും, മക്കൾ വലുതായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബേഡ് കമന്റ് കേട്ടോ. നമ്മൾ ഒട്ടും വായിക്കാനോ പിന്നെ പറയാനോ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയ്ക്കും ബേഡ് കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനാമിക വീഡിയോസിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ആ വീഡിയോയിൽ പിന്നെ അവളുടെ ഹസ്ബൻഡും അതായത് അവരുടെ മോനും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. മോനുണ്ട്, മരുമോനുണ്ട്, മോളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അനാമിക അനാമിക മാത്രമേ കാണുന്നില്ല കേട്ടോ ആ വീഡിയോസിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഫാമിലി വീഡിയോസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കൂടുതൽ വരും കേട്ടോ. അവളെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവളെ ഒഴിവാക്കി, അവളെ ഇഷ്ടമില്ല, അവരെ പിന്നെ മോനൊക്കെ ഒന്നിച്ചു, അവളെ മാത്രം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അവർ ഈ സമയത്ത് നാണല്ലേ, മക്കൾക്ക് പിന്നെ നാണക്കേടുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കമൻറ്റ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പറയലെന്ന് വെച്ചാൽ 50 വയസ്സായിട്ടുണ്ട്. പിന്നെ ഗിരിജാറിന് അവർക്ക് കിട്ടോ ഒരു കുറച്ച് മുമ്പ് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനാഥാലയം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കേട്ടോ. അതിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോസും റിയാക്ഷൻ വീഡിയോസൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവരുണ്ടല്ലോ ഒരു പുതിയ വിവാഹം ചെയ്തതാണ് കേട്ടോ. മക്കളൊക്കെ കൂടിയിട്ട് തന്നെയാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അവർ ഗർഭിണിയാണ്. അതിന് വെച്ചിട്ടാണ് ഈ പിന്നെ ബേഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അനാമിക ഇല്ലാത്ത കാരണങ്ങളും ഇതൊക്കെ അനാമിക തന്നെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ വീഡിയോസിൽ. ഒന്ന് കണ്ടു. അമ്മേന്റെ ഒക്കെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന 1-2 കമന്റുകൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ കമന്റ് ഇട്ടവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ദേഷ്യപ്പെട്ടോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു പ്രായത്തില് ഒരു അമ്മ ആവാൻ പറ്റുന്നത് എന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല. അത് ഈ ഒരു ഏജില് ഒരു ഫാമിലി സപ്പോർട്ടോട് കൂടി, സ്വന്തം മക്കളോട് കൂടി ഒരു സപ്പോർട്ട്, സ്വന്തം മക്കളെ സപ്പോർട്ടോട് കൂടി ഒരു പ്രഗ്നൻസി ഈ ഒരു ഏജിലാവുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതും ഈ ഒരു ഏജില് പ്രഗ്നന്റ് ആവുക എന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തോ കുറ്റപ്പെടുത്തിയോ അല്ല പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആവുക എന്നത് ഒരു ലക്ക് തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതും സ്വന്തം മക്കളെ സപ്പോർട്ട് കൂടി സന്തോഷമായിട്ട് പ്രഗ്നൻസി റിവീലിംഗ് ചെയ്യാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. അത് ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് അറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. പിന്നെ വേറൊരു ബന്ധം വഴി പോയിട്ടല്ല അമ്മയ്ക്ക് ബേബി വരാൻ പോകുന്നത്. അമ്മ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തി കൊടുത്ത ഒരു കല്യാണം, ആ കല്യാണത്തിൽ അമ്മ പ്രഗ്നന്റ് ആയി. അമ്മേന്റെ സ്വന്തം ഹസ്ബൻഡിന്റെ കുഞ്ഞാണ് അമ്മേന്റെ വയറ്റിൽ കിടക്കുന്നത്, വേറൊരു വഴി പോയി ഉണ്ടായ കുഞ്ഞല്ല. അപ്പം അതിലെന്താണ് ഇത്ര തെറ്റ്? അവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് കമന്റ് ഇങ്ങനെ തുരുരായി ഇടുന്നത്. അപ്പം കുറേയൊക്കെ ഇട്ടതും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറെ കമന്റ്സ് ഇട്ടിട്ടുള്ളത്. അപ്പം പ്രഗ്നൻസി എന്നതും അത് ഈ ഒരു ഏജിൽ മക്കൾ ചേർന്ന് നിന്ന് അത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഒരു ഭാഗ്യം കിട്ടാത്തതും ആ ഭാഗ്യം കണ്ടിട്ട് കുശുമ്പും കുഞ്ഞായിനെയും മനസ്സിലിങ്ങനെ കൂട്ടി വെച്ച നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് പറയാനുള്ളൂ. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. പിന്നെ 1-2 സൈഡിൽ കൊടുത്തേക്കുന്ന കമന്റുകളുണ്ടോ, 1-2 കമന്റുകൾ. ആ വീഡിയോയിൽ ഞാനില്ലല്ലോ, അനാമിക ഒഴിവാക്കിയോ, അനാമികയാണോ ക്യാമറമാൻ, അങ്ങനെയുള്ള കുറച്ച് കമന്റുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്നെ അങ്ങനെ ആ വീഡിയോയിൽ ചെല്ലാൻ പറ്റാതിരുന്നതിൽ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടവും ഇല്ല, എനിക്ക് യാതൊരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല.
എന്താ അമ്മ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അത് ഞാൻ വഴിയെ ദൈവം സഹായിച്ച് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാനത് വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കേട്ടോ അനാമിക പറഞ്ഞത്. അവര് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഗർഭിണിയായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് വിവാഹം കഴിച്ചതാണല്ലോ അല്ലേ, വിവാഹം കഴിച്ചിട്ടാണല്ലോ ഗർഭിണിയായത്, അല്ലാതെ വേറെ പോയിട്ട് അങ്ങനെ ഇതൊന്നല്ല ഗർഭിണിയായത് എന്നല്ലാണ് അവള് പറയുന്നിട്ട്. ആ കാര്യം ശരി തന്നെയാണ്. അവര് കല്യാണം കഴിഞ്ഞു, ഇപ്പം 40-50 വയസ്സിൽ ഒക്കെ വിവാഹം കഴിച്ച് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവര് വിവാഹം കഴിച്ചപ്പോൾ മക്കൾക്ക് നാണക്കേട്, വിവാഹം കഴിച്ചല്ലേ ഗർഭിണിയായത് നാണക്കേടില്ലെന്നൊക്കെ ഇനിട്ട് കമന്റിൽ പറയുന്നത്. എന്ത് നാണക്കേടാവാനല്ലേ, സ്വന്തം ഹസ്ബൻഡല്ലേ, അതിലിപ്പോൾ എന്ത് നാണക്കേടാവാനാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു കുഞ്ഞനുജത്തി അനിയനോ ഒക്കെ വരുമല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ് അവർക്ക് കേട്ടോ. അവർക്ക് എല്ലാവർക്കും മോക്കാണെങ്കിലും അതേമാതിരിക്ക് തന്നെ മോനൊക്കെ കേട്ടോ ഭയങ്കര ഹാപ്പിയാണ്. അവരെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ കുഞ്ഞു തന്നെയല്ലേ, അവൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വീഡിയോസിൽ തന്നെ. അപ്പോൾ അനാമിക ബാക്കി കൂടെ കാര്യങ്ങൾ പറയണമെന്ന് കേട്ടോക്കിയേ. അതെ കേട്ടോ, അതിലെനിക്ക് പ്രത്യേകിച്ച് സങ്കടവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ അമ്മേന്റെ അക്കൗണ്ടിൽ ആ വീഡിയോന്റെ താഴെ വന്ന വേറൊരു കമന്റ് ശ്രദ്ധിച്ചായിരുന്നു. ഈ അഹങ്കാരീനെ വീഡിയോ ഇല്ലാതിരുന്ന നന്നായി, അവർക്ക് കുടുംബത്തിനെ മഹിമ അറിയത്തില്ല എന്ന് പറഞ്ഞ് 1-2 കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് ഇട്ട 2 വ്യക്തികൾക്ക് ചിലപ്പോൾ എന്താ എന്നെ കുടുംബം ഇല്ലാതെ ഇങ്ങനെ അനാഥയായിട്ട് വന്നെന്ന് ഇപ്പോഴും നിങ്ങളെ കണ്ണി കാണുന്നോണ്ടായിരിക്കും നിങ്ങൾ അങ്ങനത്തെ 2 കമന്റ് ഇട്ടത്. അതെനിക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാക്കി. പിന്നെ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞത്, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ കഴിഞ്ഞ വട്ടം ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തതിലും എന്താ അത്രയ്ക്ക് മോശമായിട്ട് എന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ പൊന്നുവിനെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കണ്ടിട്ട് ഒത്തിരി പേര് ഇതേപോലെ പറഞ്ഞായിരുന്നു, അഹങ്കാരം നിലത്ത് നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്റെ അനിയത്തെ മാറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞു, അവള് വെളുത്തതാണ്, അവള് കറുത്തതാണ്, ഞാൻ വെളുത്തതാണെന്ന് പറഞ്ഞ് അവളെ മാറ്റിയിരുന്നതൊക്കെ ഓരോ ക്യാപ്ഷൻ കാണുമ്പം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയി. അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവര് അതിൽ എനിക്കൊരു ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നി നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവര് അവരോട് മാത്രം ഞാൻ അതിന് സോറി ചോദിക്കുന്നു. ഇനി എന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അടിച്ച് കുറ്റി കൊത്തിക്കോന്നോ പുഞ്ഞാര മോളേന്നോ അങ്ങനെയൊന്നും എന്റെ വായിൽ നിന്ന് വീഴത്തില്ല എന്ന് ഞാനൊരു ഉറപ്പ് തരുന്നു. എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രം, അവർക്ക് മാത്രം ഞാനൊരു ഉറപ്പ് തരുന്നു. അതെന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും. സോഷ്യൽ മീഡിയ ആണ്, അപ്പൊ പലതും ഫേസ് ചെയ്യണമെന്ന് ചിലവർ പറയുന്നുണ്ട് കേട്ടോ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് തീരെ പറ്റാത്ത, പ്രതികരിച്ചേ പറ്റൂ എന്നൊരു കമന്റിന് മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. എല്ലാം ഞാൻ എടുത്ത് പ്രതികരിക്കാറില്ല. പിന്നെ മെയിനായിട്ട് ഈ നെഗറ്റീവ് ഇട്ടവെടുക്കുക. ഈ ഒരു ഏജിൽ ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു ലക്കാണ്, അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമല്ല. അത് സ്വന്തം മക്കൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒക്കെ നിൽക്കുമ്പം അതൊരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും ഒന്നും, ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവുള്ളൂന്നുമില്ല. പിന്നെ എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന അമ്മമാർ ഒത്തിരി ഉണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കും. എന്നത് നമ്മളെ ലൈഫിലെ ഒരു വലിയൊരു ഭാഗ്യമാണ്. കുഞ്ഞ് എന്നത് നമ്മളെ ലൈഫിലെ വലിയൊരു ഭാഗ്യമാണ്. അത് ഏതൊരു ഏജിലും ആവട്ടെ, കുഞ്ഞ് എന്നത് ഭയങ്കര ഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആവുക എന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, ഞാനും അമ്മയ്ക്ക് സപ്പോർട്ടാണ്. അമ്മ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ